നമസ്കാരം. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേലും വർണ്ണത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. എല്ലാവർക്കും നന്മയുടെ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിഷുഫലം എന്താണ് ഈ വർഷം, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ദോഷം, ഏതൊക്കെ നക്ഷത്രക്കാരെ അത് ബാധിക്കും, ചില നക്ഷത്രക്കാർ രക്ഷപ്പെടുന്ന നക്ഷത്രക്കാർ ആരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ് നമ്മളിത്. വിഷുഫലത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പം 2026 ഏപ്രിൽ 14 രാവിലെ 9:32 വിഷു സംക്രമം. അത് മേടരാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയമായതുകൊണ്ടാണ് നമ്മൾ അടുത്ത ദിവസം വിഷുക്കണി ഒരുക്കുന്നത്. മേടസംക്രമ പുരുഷൻ പ്രവേശിച്ചിരിക്കുന്ന നക്ഷത്രം ചതയമാണ്. ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആദിശൂലം എന്ന് പറയും. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ രാഷ്ട്രീയ മേഖലയിലായാലും കലാമേഖലയിലായാലും ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പലപ്പോഴും മാനസിക പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഇവർ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കണം. അവൽ നിവേദ്യം, തൃക്കൈവെണ്ണ, തുളസിമാല, താമരപ്പൂവെല്ലാം ഭഗവാന് സമർപ്പിച്ചാൽ ഒരു പരിധിവരെ ദോഷവശങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയ്ക്കാണ് അവിടെ ബലമുണ്ടാകേണ്ടത്. പിന്നെ എപ്പോഴും നമ്മുടെ ഈ സമയത്ത് നമ്മുടെ നാവ് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിലേക്ക് ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അപ്പം പൊതുവെ പറഞ്ഞാൽ ഒരു വാനപ്രസ്ഥത്തിന് വരെ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ. അടുത്തു വരുന്ന രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം ഈ 6 നാളുകൾക്ക് വിഷുഫലം പൊതുവേ നല്ലതാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈശ്വരാധീനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം പ്രതീക്ഷിക്കാം, സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ്. വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. പിന്നെ ഉദ്യോഗ ലാഭം, ഉദ്യോഗം പ്രതീക്ഷിക്കുന്നവർക്കും ഈ വർഷം പൊതുവെ നല്ലത് തന്നെയാണ്. ഇവരും സമയം നല്ലതാണെങ്കിലും അത്യാവശ്യം ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുക. ഒപ്പം ഈ ഏഴരാണ്ട ശനി ഉണ്ടെങ്കിലും ആ ശനിയുടെയൊക്കെ കാഠിന്യം ഈ പറയുന്ന രേവതി, അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ മെയ് 30 കഴിഞ്ഞിട്ട് ജൂൺ 2 ഗുരു അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നതും ശുഭദായകം തന്നെയാണ്. നന്മയുണ്ടാകാവുന്ന ഒരു വർഷം തന്നെയാണ്. അടുത്തു വരുന്ന തിരുവാതിര, പുണർതം, പൂയം. ഇപ്പോൾ തിരുവാതിരയിലും പൊതുവെ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ രംഗത്തൊക്കെ ശോഭിച്ച് നിൽക്കുന്നവർക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും അന്യരിൽ നിന്നുള്ള ഉപദ്രവങ്ങളും അതുപോലെ തന്നെ ഒരു ഡിപ്രഷന് സാധ്യതയുള്ള സമയമായതുകൊണ്ട് പ്രാർത്ഥന വേണം. പിന്നെ ഉദ്യോഗത്തിൽ തടസ്സം വരാം. പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഒരുപാട് ദോഷവശങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ സ്ഥലം മാറ്റം, പിന്നെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് പറ്റിയ സമയം തന്നെയാണ്. കടൽ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ മാറിക്കിട്ടും. അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് വിദേശത്തൊന്നും പോകാൻ പറ്റത്തില്ല എങ്കിൽ കന്യാകുമാരിയിലൊന്ന് പോവുക. കന്യാകുമാരി പോയി വിവേകാനന്ദ പാറയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കടൽ കടന്നുള്ള ഒരു ദോഷം, ആ കടൽ കടന്നു എന്നുള്ളത് കൊണ്ട് നമുക്കുണ്ടാകാവുന്ന കണ്ടകശനിയുടെ ദോഷവും വിഷുഫലങ്ങളുടെ ദോഷവുമെല്ലാം മാറിക്കിട്ടുക തന്നെ ചെയ്യും. പ്രാർത്ഥന പൊതുവേ വേണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ബലമുണ്ട്. പണ്ട് കാലത്ത് ത്രിസന്ധ്യാ നേരത്ത് അമ്മമാർ കുട്ടികളെ വിളിച്ചു വരുത്തി നാമം ചൊല്ലിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി. എന്ത് നാമം എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി യുഗത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പാടില്ല. മറ്റു മതസ്ഥരെ പോലെ
ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരും അവരുടെ പ്രാർത്ഥനയിൽ മുഴുകിയാൽ ഒരു പരിധിവരെ ദോഷവശങ്ങൾ മാറിക്കിട്ടും. മറ്റു മതസ്ഥർ അവരുടെ പ്രാർത്ഥനയിലും മുഴുകുക. അപ്പം ബലമുണ്ടാകട്ടെ ഫലമുണ്ടാകട്ടെ എന്ന് പറയും. ഒരു വിശ്വാസം, മനസ്സിലൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. അടുത്ത ആയില്യം, മകം, പൂരം, ഉത്തിരം, അത്തം, ചിത്തിര. ഇവർക്ക് വലിയ വിജയപ്രതീക്ഷകൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാം. ഇപ്പം നമുക്ക് രാഷ്ട്രീയ രംഗത്ത് ഉള്ളവർക്ക് മന്ത്രിസ്ഥാനം വരെ പ്രതീക്ഷിക്കാവുന്ന, ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനം വരെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ യാത്രകൾ പ്രതീക്ഷിക്കാം. മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ഉണ്ടാകുന്നു, കീർത്തി ഉണ്ടാകുന്നു, ധനവരവുണ്ടാകുന്നു, ഗൃഹവാഹന ഭാഗ്യം ഉണ്ടാകുന്നു, സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ്. അടുത്ത നമുക്കറിയാം ചോതി, വിശാഖം, അനിഴം. അപ്പോൾ ചോതിയെ സംബന്ധിച്ചിടത്തോളം ചോതിക്കാർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല വിഷുഫലം. കാരണം ഗുരു നിൽക്കുന്നത് 9-ലാണ്, ഭാഗ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഭാഗ്യം കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് സത്യം ചോതിക്കാരെ സംബന്ധിച്ച്. അപ്പോൾ അവർക്ക് വിഷുഫലം വലിയ കുഴപ്പം ചെയ്യത്തില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 9-ൽ വ്യാഴം, അടുത്ത 10-ൽ വ്യാഴം, 11 വ്യാഴം. അപ്പം ഒന്നുമില്ലെങ്കിൽ ഒരു 2.25 വർഷം വരെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകാവുന്നതാണ്. സ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യാത്രകൾ പ്രതീക്ഷിക്കാം, കീർത്തി പ്രതീക്ഷിക്കാം, ഉന്നതമായ പദവിയിലേക്ക് എത്തപ്പെടാൻ പറ്റിയ സമയമാണ് ചോതിക്കാരെ സംബന്ധിച്ചിടത്തോളം. വിശാഖക്കാർക്ക്, അനിഴക്കാർക്കും പൊതുവേ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനിഴത്തിനാണ്. അനിഴത്തിന് ഇപ്പം തന്നെ മെയ് 30 കഴിഞ്ഞ് ജൂൺ 2 വരെ അഷ്ടമത്തിൽ ഗുരു നിൽക്കുന്ന സമയമാണ്. അഷ്ടമിയെ ഗുരു നിന്നാൽ മാരണം നിശ്ചയമെന്നാണ്. അപ്പം പൊതുവേ പറയുകയാണെങ്കിൽ അനിഴത്തിന് വളരെയേറെ മോശമുള്ള സമയമാണ്. ഒരുപാട് മാനസിക പ്രയാസങ്ങളുണ്ടാകാം, ശാരീരിക പ്രയാസങ്ങളുണ്ടാകാം, അന്യരിൽ നിന്നുള്ള ഉപദ്രവം പ്രതീക്ഷിക്കാം, തേജോവധം വരെ ചെയ്യാവുന്ന ഒരു സമയമായതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ്റെ പ്രാർത്ഥിക്കാം, മത്സ്യാവതാരത്തെ പ്രാർത്ഥിക്കാം, അതുപോലെ കൂർമാവതാരമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പൊതുവെ പറയണമെങ്കിൽ ഇപ്പം എല്ലാവരും കൂർമ്മം, ആമമോതിരം അണിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവേ ഈ ആമമോതിരം അണിയാതിരിക്കുന്നതാണ് ശുഭം. കാരണം ഈ ആമയെ സംബന്ധിച്ചിടത്തോളം മന്ദരപർവ്വതം ഉയർത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈകാലുകളെല്ലാം നമ്മളെ കാണുമ്പോൾ അകത്തേക്ക് വലിയും. ആഴ്ചയിൽ 3 ദിവസം ഹാപ്പിയാണെങ്കിൽ 4 ദിവസം ഡൗൺ ആയതുകൊണ്ട് പൊതുവെ ആമമോതിരം അണിയാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ യുഗത്തിലാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പഴയ കാലത്തിൽ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്കതെല്ലാം ഉപേക്ഷിക്കാം. പ്രാർത്ഥന വേണം, പ്രാർത്ഥനയിൽ മുഴുകുക. ത്രിസന്ധ്യാനേരത്ത് വിളക്കൊക്കെ തെളിയിച്ച് നാമമൊക്കെ ജപിച്ചാൽ ഉന്നതമായ ജീവിത വിജയം ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചിക രാശിയിൽ വന്ന വിശാഖത്തിൻ്റെ അവസാനത്തെ ആൾക്കാർ തൃക്കേട്ട, അതുപോലെ തന്നെ അനിഴക്കാർക്കൊക്കെ മെയ് 30 വരെയുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ വിഷുഫലത്തിൽ തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 6 നക്ഷത്രക്കാർക്ക് രാജബഹുമതി പ്രതീക്ഷിക്കാവുന്നതാണ്. കണ്ടകശനി ഉള്ളവരായാലും 7-ാണ്ട ശനി ഉള്ളവരായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ജീവിതത്തിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉചിതമായ കാര്യമാണ്. കർമ്മസാക്ഷിയാണ്. എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് നിൽക്കുന്ന സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ പഴയ കാലത്ത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ, ഹിന്ദു സംസ്കാരത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും പിന്നിൽ എപ്പോഴും ഒരു കഥയുണ്ടാകും. ആ കഥയാണ് നമ്മൾ ഈ ഞായറാഴ്ച വ്രതം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഞായറാഴ്ചകളിൽ വീട്ടിൽ വെള്ള പൊങ്കാലയൊക്കെ ഇട്ട് സൂര്യഭഗവാന് സമർപ്പിച്ചിട്ട് ആ വെള്ള പൊങ്കാലയാണ് ഉച്ചയ്ക്ക് നമുക്ക് ആഹാരമായിട്ട് നൽകിയിരുന്നത്. അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം സസ്യാഹാര ശീലമായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ ഈ സസ്യാഹാര ശീലത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ആ ഒരു ദിവസം നമുക്കൊരു 20 മില്ലി പിത്തരസം മതി ദഹന പ്രക്രിയയ്ക്ക് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇറച്ചി കഴിക്കുന്ന ഒരു വ്യക്തിക്ക് 440 മില്ലി പിത്തരസം ദഹന പ്രക്രിയയ്ക്ക് വേണ്ടപ്പോൾ 20 മില്ലി മതി. അപ്പോൾ അത് പഴയ കാരണവന്മാർക്ക് അതൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കാരണവന്മാർ രാവിലെ ഞായറാഴ്ച ദിവസം നമ്മളെ കുളിപ്പിച്ച് കുറിയൊക്കെ അണിയിച്ചിട്ട്
അടുത്തുള്ള ഗ്രാമദേവതയും പരദേവതയൊക്കെ പ്രാർത്ഥിപ്പിച്ചിട്ട് ഒരു ഞായറാഴ്ച വ്രതമായിട്ട് അനുഷ്ഠിച്ചിട്ട് അന്ന് ഞായറാഴ്ച സൂര്യഭഗവാന് പൊങ്കാലയൊക്കെ സമർപ്പിച്ചിരുന്ന എത്രയോ ഹിന്ദു ഭവനങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ ഹിന്ദു ഭവനങ്ങളിൽ നിന്ന് ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഒരു കാരണവശാലും തള്ളിപ്പറയരുത്. ആ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. പഴയ കാരണവന്മാർ കാട്ടിത്തന്ന വഴികളിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു സമയമാണ്. എപ്പോഴും മാനസിക പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ശാരീരിക പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം ഭഗവാനെ വിളിച്ചിട്ട് കഥയില്ല. എപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പിൽ ഒരു നാമമെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ വിജയമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചാരവശാൽ വരുന്ന കണ്ടകശനിയായാലും ഏഴരാണ്ട ശനിയായാലും അഷ്ടമത്തിലെ ഗുരുവായാലും എല്ലാം വിഷുഫലം മോശമായാൽ തന്നെയും നമുക്ക് ഒരു പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ വിജയം വരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നാം കണ്ടുവരുന്നത്. പഴയ ആചാര അനുഷ്ഠാനങ്ങൾ, നമ്മുടെ കാരണവന്മാർ കാട്ടിത്തന്ന വഴികൾ മറക്കാതെ ആ വഴിത്താരകളിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൽ ഒട്ടേറെ വിജയമുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ വിഷുഫലം മോശമായ നക്ഷത്രക്കാർ പ്രാർത്ഥനയിൽ മുഴുകുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. എപ്പോഴും ഒരു നാമം കേൾക്കുമ്പോൾ തന്നെ അറിയാം നാം എന്തിനാണ് തന്നത്, നാരായണ നാമം ജപിക്കാനാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാവിൻ തുമ്പിൽ ഒരു നാമമെങ്കിലും വിളയാടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഭഗവാന്റെ നാമം എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരിക്കാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേലും വർണ്ണത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട്, അച്യുതൻ്റെ ഗുണം കേട്ടാവോളം ഇച്ഛ മറ്റൊന്നിലും കൈവരാ നിർണയം വിശ്വനാഥോദയം കേൾപ്പതിനും മഹാ പാപികൾക്കെത്തുമോ കൃഷ്ണരാമഹരേ 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 നാരായണ കൃഷ്ണരാമഹരേ കൃഷ്ണരാമഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നേൻ. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.